ഹായ് എവ്രി വൺ, ആർ4ഐയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റിലുണ്ടായ ആ ഒരു വലിയ മുന്നേറ്റത്തിന് ശേഷം ഇന്ന് നടന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിലുണ്ടായിട്ടുള്ള ആ ഒരു സാങ്കേതികമായ മാറ്റങ്ങളും മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങിനെ വലിയ തോതിൽ ഇന്ന് സ്വാധീനിച്ചതായിട്ട് കാണാം. ഓഗസ്റ്റ് 3 മുതൽ എക്സ്ചേഞ്ചുകൾ നടപ്പിലാക്കിയ ഈ പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ മെക്കാനിസം അത് കാരണം കഴിഞ്ഞ ദിവസം മാർക്കറ്റിലുണ്ടായ ആ ഒരു വമ്പിച്ച വ്യതിയാനം ഇന്ന് അത് സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. കൂടാതെ ഇന്ന് നമുക്കൊരു എഫിൻ്റെ എക്സ്പയറിയാണ്. ആ ഒരു സെഗ്മെൻറ്റിലെ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റ് ബുക്കിങ്ങും ഇന്നത്തെ മാർക്കറ്റിനെ കൂടുതൽ വളറ്റൈൽ സെഷനാക്കി മാറ്റുകയായിരുന്നു. ഇന്ന് ഇന്ത്യ വിക്സ് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ അത് 11 താഴെ പോയിരുന്നു. ഇന്ന് വീണ്ടും 12 മുകളിലേക്ക് വന്നതായിട്ട് കാണാം. കൂടാതെ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ നേരിയ ആശ്വാസം വന്നതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടില്ലെങ്കിലും ബ്രന്റ് ക്രൂഡ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് 84-85 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ US ഇറാൻ ചർച്ചകളിൽ ഒരു വ്യക്തത വരുന്നത് വരെ ക്രൂഡ് ഓയിലിൻ്റെ വില $80-90 പെർ ബാരൽ എന്ന ഒരു റേഞ്ചിൽ വോളറ്റൈൽ ആകുമെന്ന് പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആയിട്ടുള്ള ഗോൾഡ്മാൻ സാക്സ് പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നിടത്തോളം കാലം ഗ്ലോബൽ ലെവലിലുള്ള ക്രൂഡ് ഓയിൽ പ്രൈസ് വില താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒടുവിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന നമ്മൾ കാണുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു കരാറിലെത്താനുള്ള അവസാന അവസരമാണ് ഇതെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ലെന്നും ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒമാനുമായിട്ട് മാത്രമാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലെ ആ ഒരു ഷിപ്പ് മൂവ്മെൻറ്റിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. കൂടാതെ ഇന്ന് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ ഒരു കാർഗോ വെസലിന് നേരെ അറ്റാക്ക് ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പോൾ ഈ ഹോർമസ് സ്ട്രൈറ്റിലൂടെയുള്ള ആ ഒരു ഷിപ്പ് മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ ക്രൂഡ് ഓയിൽ പ്രൈസും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇന്നലെ US മാർക്കറ്റ് മികച്ച മുന്നേറ്റത്തോടെയാണ് അവസാനിച്ചതെങ്കിലും ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ നിക്കയും സൗത്ത് കൊറിയയുടെ കോസ്പിയും മറ്റ് ചൈനീസ് ഇൻഡെക്സുകളുമൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഘടകം FIAസിൻ്റെ ആക്ടിവിറ്റീസാണ്. ഇന്നലെ അവർ നെറ്റ് ബയേഴ്സായിട്ട് നമുക്ക് മാർക്കറ്റിൽ കണ്ടതാണ്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായിട്ടൊരു കറക്ഷൻ അതൊരു വലിയ തകർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് 4 ദിവസത്തെ വലിയ മുന്നേറ്റത്തിന് ശേഷമുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു കൺസോളിഡേഷനും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും മാത്രമാണ് ഇവിടെ നടന്നത്. അപ്പോൾ നിഫ്റ്റിക്ക് 24,500 ലെവലിൽ ശക്തമായൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു തകർച്ച നിഫ്റ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്നത് സാധാരണ റീറ്റെയിൽ നിക്ഷേപകരെയും ട്രേഡേഴ്സിനെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 3.15 ശേഷം 24,463 എന്ന ലെവലിലായിരുന്നു ഇന്ന് നിഫ്റ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ഫൈനൽ ക്ലോസിങ് 3:35 വന്നപ്പോൾ 24,614 എന്ന ലെവലിലേക്കാണ് നിഫ്റ്റി കാണുന്നത്. അത് ഏകദേശം 150 പോയിൻറ്റിൻ്റെ ഒരു സ്പൈക്കാണ് ആ ഒരു 10 മിനിറ്റിൻ്റെ വിൻഡോയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 3 മുതൽ NSE നടപ്പിലാക്കിയ പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ അഥവാ CAS ആ സംവിധാനമാണ് ഇത്തരത്തിലുള്ള ഒരു സ്പൈക്കിന് കാരണം. സാധാരണ അതിൽ 3 മണി മുതൽ 3:30 വരെയുള്ള ആ ഒരു അവസാന 30 മിനിറ്റിലെ VWAP അഥവാ വോളിയം വെയ്റ്റഡ് ആവറേജ് ആണ് സാധാരണ ക്ലോസിംഗ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. എന്നാൽ പുതിയ രീതി അനുസരിച്ചിട്ട് 3:20 മുതൽ 3:30 വരെ ആ ഒരു 10 മിനിറ്റ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ ആൽഗോ ട്രേഡേഴ്സിനുമൊക്കെ വാങ്ങാനും വിൽക്കുവാനുമുള്ള ഓർഡറുകൾ പ്ലേസ് ചെയ്യാം. എന്നാൽ ആ സമയത്ത് ട്രേഡ് നടക്കില്ല, അത് എക്സിക്യൂട്ട് ആകില്ല. ആ ഒരു 5 മിനിറ്റിനുള്ളിൽ സിസ്റ്റം ഏറ്റവും കൂടുതൽ ഓർഡറുകൾ മാച്ച് ചെയ്യുന്ന ഒരു പ്രൈസ് കണ്ടെത്തുകയും അത് ആ ദിവസത്തെ ഫൈനൽ ക്ലോസിംഗ് പ്രൈസായിട്ട് നിശ്ചയിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നലെയും ഇന്നും നടന്നത് അവസാന വിൻഡോയിൽ ബജറ്റ് നിലവാരത്തിലുള്ള വലിയ ബൈങ് ഓർഡറുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് ചെയ്തതാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലോസിങ്ങിലേക്ക് നിഫ്റ്റിയെ നയിച്ചത്. അപ്പോൾ ഈ ഒരു പരിഷ്കാരത്തിനെ കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ വലിയ ആശയക്കുഴപ്പവും തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എക്സ്ചേഞ്ചുകളുടെയും റെഗുലേറ്റേഴ്സിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിൽ അവർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണ ട്രേഡേഴ്സിന് 3:15 മുതൽ മാർക്കറ്റ് ട്രെൻഡ് നോക്കിയിട്ട് ഓപ്ഷൻ ട്രേഡ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ക്ലോസിംഗ് സമയത്ത് 150-200 പോയിൻ്റൊക്കെ മാർക്കറ്റ് കയറുമ്പോൾ ഹെഡ്ജ് ചെയ്യാത്ത ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസുകൾ തകരുകയും വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഓപ്ഷൻ നടക്കുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് സാധാരണ ട്രേഡേഴ്സിന് കൃത്യമായി കാണാൻ കഴിയില്ല. അപ്പോൾ അവസാന നിമിഷം വലിയ പ്ലെയേഴ്സ് വിപണിയെ തങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയിലേക്ക് കൊണ്ടുവരുന്നു എന്ന തോന്നൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതികമായിട്ട് ഈ സിസ്റ്റം ഒരു പരാജയമാണെന്ന് പറയാനാവില്ലെങ്കിലും റീറ്റെയിൽ ട്രേഡേഴ്സിനും മാർക്കറ്റിനും ഇത് ഉൾക്കൊള്ളാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പുതിയൊരു മാറ്റമായതിനാൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അൽഗോരിതംസ് ഈ ഓപ്ഷൻ വിൻഡോ പരമാവധി ഇപ്പോൾ പ്രയോജനപ്പെടുത്തുകയാണ്.
അപ്പോൾ മാർക്കറ്റ് പുതിയ സിസ്റ്റവുമായി പൊരുത്തപ്പെടുന്നത് വരെ അവസാന മിനിറ്റുകളിൽ F&O ട്രേഡുകൾ എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണമെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ IT, ബാങ്കിങ്, FMCG സെക്ടറിലൊക്കെ ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിഫ്റ്റി മെറ്റൽ ഒരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ അവിടെ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിലുള്ള സെയിൽ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിൻഡാൽകോ, നാഷണൽ അലൂമിനിയം, ജിൻഡാൽ സ്റ്റീൽ, വെൽസ്പൺ കോർപ്പറേഷൻ, വേദാന്ത, JSW സ്റ്റീൽ തുടങ്ങിയ പല ലീഡിംഗ് സ്റ്റോക്കുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അലൂമിനിയം, കോപ്പർ, സിങ്ക് തുടങ്ങിയ ഇൻഡസ്ട്രിയൽ മെറ്റൽസിൻ്റെ വില വർദ്ധിച്ചത് മൊത്തത്തിൽ മെറ്റൽ സ്റ്റോക്കുകൾക്ക് ഒരു നേട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ 4 ദിവസത്തെ വലിയ മുന്നേറ്റത്തിന് ശേഷം ബാങ്കിങ്, IT, FMCG സ്റ്റോക്കുകളിൽ നിന്ന് വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും ആ ഫണ്ട് വാല്യുവേഷൻ കുറച്ചുകൂടി അനുകൂലമായി നിൽക്കുന്ന മെറ്റൽ അതുപോലെ മെറ്റീരിയൽ സെക്ടറുകളിലേക്ക് ഒരു സെക്ടർ റൊട്ടേഷൻ നടന്നതായിട്ടാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് കയറിയിട്ടുള്ള പല മെറ്റൽ സ്റ്റോക്കുകളുടെയും PE റേഷ്യോ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. കംഫർട്ടബിൾ ആയിട്ടുള്ള PE ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സെക്ടർ റൊട്ടേഷൻ ഇത്തരത്തിലുള്ളൊരു ഡിഫെൻസീവ് ബൈങ്ങിന് കാരണമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഇന്ന് കാര്യമായ ഒരു ഇടിവ് സംഭവിച്ച ഒരു സ്റ്റോക്ക് കാണുന്നത് LIC ആണ്. 8.6% സ്റ്റോക്ക് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പുതിയ ഓഫേഴ്സ് മാർക്കറ്റിൽ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ 6.5% LICയുടെ സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ഇറക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അത് 2.5% ആയിരിക്കും ആദ്യം ഇറക്കുക. പിന്നീട് ഡിമാൻഡ് അനുസരിച്ചിട്ട് 4% ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴിയാണ് ഇറക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചത്തെ വിലയിൽ നിന്ന് ഏകദേശം 10% ഡിസ്കൗണ്ടിൽ 382 എന്ന പ്രൈസിലാണ്. അപ്പോൾ നോൺ റീറ്റെയിലേഴ്സിന് ഇന്നാണ് ഈ സ്റ്റോക്കിൽ ബിഡ് നൽകാൻ കഴിയുക. ചെറുകിട റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നാളെ ആയിരിക്കും ഈ സ്റ്റോക്ക് വാങ്ങാൻ അവസരം ഉണ്ടാകുക. അപ്പോൾ ഇവിടെ സെബി നിഷ്കർഷിച്ചിട്ടുള്ള മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലിമിറ്റ് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു സെല്ലിംഗ് LICയിൽ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ OFS ഓപ്പൺ ആയപ്പോൾ നല്ല റെസ്പോൺസാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു 10% ഡിസ്കൗണ്ടിൽ LIC സ്റ്റോക്കുകൾ അവൈലബിൾ ആവുക എന്നുള്ളത് ഒരു അവസരമായിട്ട് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിഗണിച്ചിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം നമുക്കറിയാം LIC എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയും മികച്ച ഫണ്ടമെന്റൽസുമുള്ള കൂടാതെ ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ് LIC. അപ്പോൾ കമ്പനിയുടെ ബിസിനസ്സിനേക്കാൾ മാർക്കറ്റിൽ ഇപ്പോൾ എക്സസ് ആയിട്ട് സപ്ലൈ വന്നതുകൊണ്ടാണ് ഇപ്പോൾ വില കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലേക്ക് 6.5% ഷെയറുകൾ പെട്ടെന്ന് എത്തുമ്പോൾ ആ ഒരു സപ്ലൈ മാർക്കറ്റ് ഉൾക്കൊള്ളാൻ കുറച്ചു കാലം സമയമെടുത്തേക്കും. അതിനാൽ പെട്ടെന്ന് വലിയ ലിസ്റ്റിംഗ് ഗെയിൻ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 2 വർഷം മുതൽ 3 വർഷം വരെയോ അല്ല അതിലധികമുള്ള ഒരു കാലയളവിലേക്കോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ ഈ സ്റ്റോക്കുകൾ വാങ്ങാൻ നാളെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ട്രേഡിംഗ് ലാഭത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ സമീപ ദിവസങ്ങളിൽ വില താൽക്കാലികമായിട്ട് ഇടിയാൻ സാധ്യത ഉള്ളതിനാൽ ഈ സ്റ്റോക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇനി നമ്മളിന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില മുന്നേറ്റങ്ങൾ പരിശോധിച്ചാൽ ഏത്തർ എനർജി, KEI ഇൻഡസ്ട്രീസ്, CG പവർ എന്നീ സ്റ്റോക്കുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ ഈ ഏത്തർ എനർജി ഇന്ന് അതിൻ്റെ പ്രൈസ് 14 മുതൽ 18% വരെ ഇൻട്രാഡേയിൽ ഉയർന്നിരുന്നു. അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് സ്റ്റോക്ക് പ്രൈസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കമ്പനി തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് കമ്പനി വന്നിരിക്കുകയാണ്. 95 കോടിയുടെ ഒരു പ്രോഫിറ്റ് EBITDA അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വരുമാനം മുൻ വർഷത്തേക്കാൾ 89% വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഇത്ര നാളും നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി ആ നഷ്ടം കുറക്കാൻ അവർക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. 71% കുറക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പനയിൽ 81% വർധനമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. അത് 83,000 യൂണിറ്റുകളാണ് അവർ ഒടുവിലത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ വിറ്റതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപോലെ ഇന്ന് ശക്തമായി മുന്നേറിയ മറ്റൊരു സ്റ്റോക്ക് KEI ഇൻഡസ്ട്രീസ് ആണ്. കേബിൾസ് ആൻഡ് വയർ നിർമ്മാണ രംഗത്തുള്ള ഈ മുൻനിര കമ്പനി മികച്ച Q1 റിസൾട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് 40% ഉയർന്നതായിട്ട് കാണാം. കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് ആയിട്ടുള്ള കേബിൾസ് ആൻഡ് വയർ മേഖലയിൽ ഏകദേശം 23% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ EBITDA 53% ഉയർന്നിട്ട് ആ ഒരു മാർജിൻ മികച്ച രീതിയിൽ വർദ്ധിച്ചതായിട്ടും കാണാം. അപ്പോൾ രാജസ്ഥാനിൽ ഇവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ ആ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് 700 കോടി രൂപ അനുവദിച്ചതായിട്ട് മാനേജ്മെൻറ്റ് ഗൈഡൻസിൽ കാണാം. അതും ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇന്ന് ശക്തമായി മുന്നേറിയ മറ്റൊരു സ്റ്റോക്ക് CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ആണ്. പവർ സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് മേഖലയിലെ ശക്തമായ ഡിമാൻഡ് വർദ്ധിച്ചതാണ് CG പവറിന് അതിൻ്റെ മൊമെൻറ്റം കൂട്ടാൻ ഇപ്പോൾ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നൊമൂറ അടക്കമുള്ള സ്ഥാപനങ്ങൾ CG പവറിൻ്റെ ടാർഗറ്റ് ഉയർത്തിയായിട്ടും കാണാം. അപ്പോൾ ട്രാൻസ്ഫോമർ നിർമ്മാണശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചതും അതുപോലെ US അടക്കമുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള എക്സ്പോർട്ട് സാധ്യതകളും ഇവരുടെ വരുമാന വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
കൂടാതെ പവർ സപ്ലൈ ഉപകരണങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് പ്രൊജക്റ്റുകളിലുള്ള ഇവരുടെ സാന്നിധ്യം അത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വലിയ താല്പര്യം ഈ സ്റ്റോക്കിൽ ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ നിഫ്റ്റിയുടെ ലെവലിലേക്ക് വന്നാൽ 24,500 മുകളിൽ നിഫ്റ്റി നിലനിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ പോസിറ്റീവായി തന്നെ തുടരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ഇപ്പോൾ 24,500 ലെവലുകളിലേക്ക് ഒരു ഡിപ്പ് വരികയാണെങ്കിൽ വീണ്ടും ആ ഒരു ബൈ ഓൺ ഡിപ്സ് അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമുക്ക് മൊത്തത്തിൽ ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും മാർക്കറ്റ് ഒരു ബിയറിഷ് നെഗറ്റീവായി മാറിയിട്ടില്ലെങ്കിലും ഉയർന്ന ലെവലുകളിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.